നമസ്കാരം. വിവാഹമോചന കേസിന്റെ വിധി വരാനിരിക്കെ കറുകച്ചാലിൽ കാറിടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല. കൂത്തരപ്പള്ളി സ്വദേശി നീതു ആർ നായരാണ് മരിച്ചത്. സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ നീതുവിന്റെ മുൻ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീതു ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായ നീതു കറുകച്ചാൽ വെട്ടിക്കലെങ്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 8:45 കേസിന് ആസ്പദമായ സംഭവം. കൂത്തരപ്പള്ളി സ്വദേശിനിയായ നീതു വിവാഹിതയായിരുന്നു. നീതുവും സുഹൃത്തായ അൻഷാദും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് ഇവരുടെ ആദ്യ ഭർത്താവ് ഡിവോഴ്സിന് കേസ് നൽകിയിരുന്നു. ഈ കേസ് കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെ നീതുവുമായുള്ള ബന്ധത്തെ തുടർന്ന് അൻഷാദിന്റെ ഭാര്യയും ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് അൻഷാദ് കറുകച്ചാലിൽ വാടകയ്ക്കെടുത്ത് നൽകിയിരുന്ന വീട്ടിലാണ് നീതു താമസിച്ചിരുന്നത്. ഇതിനിടെ നീതുവും അൻഷാദും തമ്മിൽ തർക്കമുണ്ടായി. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് നീതു അൻഷാദിൽ നിന്നും അകന്നു. ഇതിനിടെ അൻഷാദ് മറ്റൊരു സ്ത്രീയുമായി അടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് അൻഷാദ് നീതുവിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. വിവാഹമോചനം കിട്ടിയാൽ നീതുവിനെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്ന ചിന്തയാണ് കൊലയ്ക്ക് കാരണം. സംഭവ ദിവസം സുഹൃത്തിനൊപ്പമാണ് പ്രതി കാറിലെത്തിയത്. നീതു ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ കാറുമായി എത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വാടകയ്ക്കെടുത്ത കാറുമായി എത്തിയാണ് നീതുവിനെ ഇടിച്ചു വീഴ്ത്തിയത്. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ അൻഷാദ് പിടിയിലായത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ തെളിയുമെന്നാണ് സൂചന. നീതു ചൊവ്വാഴ്ച രാവിലെ 9 ജോലിക്ക് പോകുമ്പോൾ വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടി റോഡിലാണ് അപകടമുണ്ടായത്. വാഹനമിടിച്ച് അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ നാട്ടുകാർ കറുകച്ചാലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നിലൂടെ എത്തിയ വാഹനം ഇടിച്ചു വീഴ്ത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവസ്ഥലത്ത് നിന്ന് ഒരു കാർ മല്ലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതായി നാട്ടുകാരിൽ ചിലർ പോലീസിനെ അറിയിച്ചിരുന്നു. വാഹനം കണ്ടെത്താൻ അന്വേഷണം നടത്തി. ഇതിലാണ് കാർ അൻഷാദിൻ്റെതാണെന്ന് തെളിഞ്ഞത്. അപകടം നടന്ന ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ലക്ഷ്മി നന്ദ, ദേവനന്ദ എന്നിവരാണ് നീതുവിന്റെ മക്കൾ. സംസ്കാരം പിന്നീട്.